ഒരിക്കൽ ആയിഷ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കുറച്ച് സ്വഹാബത്തും കൂടി യാത്ര പോയി. മനസ്സിലാക്കണം, ഭയങ്കര സംഭവമാണ്. ആയിഷ ബീവിയും റസൂലുള്ളാഹിയും സ്വഹാബത്തും കൂടി യാത്ര പോയി. യാത്ര പോയിട്ട് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ റസൂലുള്ള സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ കുറച്ച് മുന്നിൽ നടന്നോളൂ, ഞങ്ങൾ രണ്ടുപേരും വരാം എന്ന് പറഞ്ഞു. സ്വഹാബത്ത് കുറച്ച് മുന്നിൽ നടന്നു. സ്വഹാബത്ത് ഇവരെ രണ്ടുപേരും കാണുന്നില്ല എന്ന ഒരു രൂപത്തേക്ക് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് ചോദിച്ചു, നമുക്ക് ഓട്ട മത്സരം നടത്തിയാലോചിച്ചു. ആര്? ലോകത്തിൻ്റെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആയിഷ ഉമ്മ അന്ന് വലിയ തടിയൊന്നുമില്ലാതെ ഒരു മെലിഞ്ഞ പ്രകൃതാണ്. ആർക്ക്? ആയിഷ ഉമ്മക്കുള്ളത്. ആയിഷ ഉമ്മ റെഡി. രണ്ടാൾ ഓട്ട മത്സരം നടത്തി. ആയിഷ ഉമ്മ ജയിച്ച്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നിലാണ്, ആയിഷ ഉമ്മ മുന്നിലായി. ആയിഷ ഉമ്മ കളിയാക്കി, എന്തായി ഞാൻ ജയിച്ചില്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ പോയി. പിന്നീടൊരു യാത്ര, കുറച്ച് കഴിഞ്ഞിട്ട് പിന്നൊരു യാത്ര നടക്കുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്കിപ്പോൾ ഒന്ന് ഓടിയൊക്കെ ചോദിച്ചു. ആയിഷ ഓ റെഡി, കാരണം അന്ന് ഓടിയിട്ട് ആരെ ജയിച്ചേ? ആയിഷ ഉമ്മയിലെ ജയിച്ചേ, ഞാൻ റെഡിയാണ്. പക്ഷെ അന്ന് ആയിഷ ഉമ്മ കുറച്ച് തടി വെച്ചിരുന്നു. ഓടി റസൂലുള്ള ജയിച്ച്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തിരിച്ചു പറഞ്ഞു, ഇത് അതിന് പകരാട്ടോ, അന്ന് എന്നെ തോൽപ്പിച്ചല്ലോ, അതിന് പകരാട്ടോ ഇത്. ഇപ്പം നമ്മളെന്തായി? സമാസമായില്ലേ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇതാരാന്ന് ആലോചിച്ചോ നിങ്ങൾ? 7 ആകാശവും കടന്ന് അള്ളാഹിനെ പോയി കണ്ടുവന്ന, ലോകം തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല കീഴ്പ്പെടുത്തി കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവിയുമായിട്ടുള്ളൊരു രംഗമാണ് ഞാൻ വിശദീകരിച്ചത്. പിന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങാൻ ചെന്ന് കഴിഞ്ഞാൽ, ഭാര്യമാരുമായിട്ട് ഉറങ്ങുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാത്രി വരെ എന്ത് ചെയ്യുമായിരുന്നു? രാക്കഥ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എന്ന്. ഓരോ കഥ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും ഭാര്യമാർക്ക്. വീട്ടുജോലിയിൽ സഹായിച്ചുകൊണ്ടിരിക്കും. അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പോലും ഒരു ഭാര്യനെയും അടിച്ചിട്ടില്ല എന്നുള്ളത്. ചില ആളുകൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തിന് ഭാര്യനെ ഒരടിന് കൊടുക്കും. അതൊരു ആണത്താണ്, ഒരു പൗരുഷാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പോലും ഒരു ഭാര്യയെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്തിട്ടില്ല? ഒന്ന് അടിച്ചിട്ടില്ല എന്ന്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി. ഭാര്യമാരെ തല്ലിൽ ധീരതയായിട്ടൊന്നും ഇസ്ലാം കാണുന്നില്ല. ധീരതയെ കാണുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു ഭാര്യനെ ഒരു അടി അടിക്കണമെങ്കിൽ എന്തെല്ലാം സ്റ്റെപ്പ് കഴിയണം. ഭാര്യയിൽ നിന്ന് പിണക്കം വെളിവായാലാണ് ഇതൊക്കെ ഉള്ളത്. അതിന് മുമ്പ് വഴലു പറയണം, കിടപ്പറ മാറി കിടക്കണം, ഇങ്ങനെ ധാരാളം വിഷയങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിയണം. എന്നിട്ടും തല്ലുമ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടാ ഒരു തലോടലേ പറ്റുള്ളൂ, മുറിയാകാത്ത രൂപത്തിലൊരു തലലേ പറ്റുള്ളൂ. നമ്മളൊക്കെ തല്ലിക്കഴിഞ്ഞാൽ ഭാര്യ ഒരാഴ്ചക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ കണ്ടിരില്ല. ഇവിടെ 5 പേരിൻ്റെ പാടൊക്കെ വെച്ചിട്ട്, അതൊക്കെ വലിയ പാതകമാണ്. നമ്മളെ വിശ്വസിച്ചുകൊണ്ട് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നതല്ലേ. എന്തൊക്കെയായാലും ചിലപ്പോൾ ഇപ്പം നമ്മുടെ 2 കുട്ടികളുടെയും 3 കുട്ടികളുടെയൊക്കെ ഉമ്മയാണെങ്കിലും സ്വന്തം വാപ്പാനും ഉമ്മാനും ഉപേക്ഷിച്ച് നമ്മുടെ കൂടെ വന്നവരാണ് അവർ. ആ ഒരു പരിഗണന നമ്മൾ അവർക്ക് കൊടുക്കണം. അതിൽ തന്നെ ചില ആളുകൾക്ക് ഉപ്പുണ്ടാവില്ല, ഉമ്മ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ജീവിച്ച കഷ്ടപ്പാടിൽ നിന്ന് ഒരു പുതിയൊരു ജീവിതം കിട്ടുകയാണല്ലോ, എൻ്റെ ഭർത്താവിൻ്റെ കൂടെ ഒരു പുതിയ ജീവിതം കിട്ടുമല്ലോ എന്ന് കരുതി നമ്മുടെ കൂടെ ഇറങ്ങി വന്നൊരു പെണ്ണാണത്. എന്നിട്ട് ആ പെണ്ണിനെ നമ്മൾ കൊണ്ടുവന്നിട്ട് കഷ്ടപ്പെടുത്താനൊക്കെ പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുക്കൂല കേട്ടോ. ആ രീതിയൊന്നും പാടില്ല. ഭാര്യമാരെ തല്ലരുത്. തല്ലാതെ തന്നെ നന്നാവും. സ്നേഹം കൊണ്ട് മാത്രം ഭാര്യമാരെ എന്തെങ്കിലും പ്രശ്നം നന്നാവും. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഭാര്യമാരോട് നിങ്ങൾ എന്ത് ചെയ്യണം? നല്ല രൂപത്തിൽ പെരുമാറണം എന്നാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനം. അതാണ് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ കാണുക. ആയിഷ ബീവിയും റസൂലുള്ളാഹിയും തമ്മിലുള്ള എത്ര രംഗങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റിച്ചിട്ടാ. ആയിഷ ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ വെള്ളം കൊടുക്കും, ആയിഷ ബീവി ഇങ്ങനെ കുടിക്കും. എന്നിട്ട് ആയിഷ ബീവി ഇങ്ങനെ നോക്കും ഏത് ഭാഗം കൊണ്ടാണ് റസൂലുള്ളാഹി കുടിക്കണത്. ആയിഷ ബീവിയുടെ ചുണ്ട് തട്ടിയ ഭാഗം കൊണ്ട് തന്നെയാണോ കുടിക്കണത്, അല്ല ഇനി വേറെ ഏതെങ്കിലും ഭാഗം കൊണ്ടാണോ കുടിക്കണേ? അപ്പോൾ റസൂലുള്ളാഹിയാണെങ്കിലോ അതിനേക്കാൾ ഭയങ്കരമാണ്. റസൂലുള്ളാഹി ആയിഷ ബീവിയുടെ ചുണ്ട് തട്ടി അതേ ഭാഗത്ത് തന്നെ വെക്കും. അപ്പോൾ ഇത് വെക്കുമ്പോൾ ആയിഷ ബീവിയുടെ കൽബിൽ സെറ്റ് എന്താണ് റസൂലുള്ളാഹി എൻ്റെ ചുണ്ട് തട്ടി ഭാഗം കൊണ്ട് തന്നെയാണല്ലോ കുടിച്ചത്. മാഷാ അല്ലാഹ്. ആയിഷ ബീവിക്ക് പൊലിവായി. ആയിഷ ബീവിക്ക് എന്തായി? പൊലിവായി. ആയിഷ ബീവി ഒരിക്കലും ഇറച്ചി കൊടുത്തല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് ആയിഷ ബീവി ഇങ്ങനെ കണ്ണും കൂർപ്പിച്ച് ഇങ്ങനെ നോക്കി നിന്നാ. എന്തിന്?
റസൂലിനെങ്ങാനും ഞാൻ കടിച്ച ഭാഗത്ത് നിന്നല്ലാതെ വേറൊരു ഭാഗത്ത് നിന്നെങ്ങാനും കടിച്ചാൽ, പെണ്ണുങ്ങൾക്കൊരു പൊതുവൊരു സ്വഭാവം ഉണ്ടാവുമല്ലോ, അപ്പോൾ റസൂലിനെ തോണ്ടാലെന്ന് എഴുതി നിന്നതാ. റസൂലിനാണെങ്കിലോ ആയിഷ ബീവി കടിച്ച അതേ ഭാഗത്ത് നിന്ന് തന്നെ എന്ത് ചെയ്തു, ആയിഷ ബീവിയും കടിച്ചു കൊടുത്തു എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് കിടക്കും. ഭാര്യമാരുടെ മടിയിൽ എന്ത് ചെയ്യും, തലവെച്ച് കിടക്കും. ഖുർആൻ ഓതും. അത് ഇങ്ങോട്ട് ഓതാൻ പറയും, അങ്ങോട്ട് ഓതി കൊടുക്കും. കഥകൾ അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ നല്ല സുഖമായിട്ട് അവർ ഇങ്ങനെ കടന്നുറങ്ങുന്നതാണ്. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാമ്പത്യ ജീവിതം. നമ്മുടേതോ? നമ്മൾ ആദ്യം ഇതൊക്കെ അപ്ലിക്കബിൾ ആക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ ലൈഫിലാണ്, അല്ലേ? ആണ്. ചില ആളുകളുടെ വാപ്പയുടെ പേര് വരുമ്പോഴത്തേന് കുട്ടികൾ ഇങ്ങനെ വിറക്കും. അപ്പോൾ ഇവരെ വിചാരം വാപ്പ എന്ന് പറഞ്ഞ കുട്ടികൾ വിറക്കണം എന്ന്. അതൊന്നുമല്ല. ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച് പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമ്മളൊക്കെ ഫാമിലിയിൽ എങ്ങനെയാണെന്ന് ചിന്തിക്കുക. നമ്മൾ പുറമേ നമ്മുടെ കൂട്ടുകാരുടെ അടുത്ത് ഭയങ്കര തമാശക്കാരാണ്, ഭയങ്കര രസികന്മാരാണ്, എന്നാൽ സ്വന്തം വീട്ടിൽ ഭാര്യൻ്റെ അടുത്ത് ഗൗരവക്കാരനാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ തന്നെ ഉണ്ട്. എന്ത്? വാപ്പയാവണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അല്പം ഗൗരവം വേണം എന്നൊരു ധാരണ തന്നെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എടുത്ത് പരിശോധിച്ച് നോക്കണം. ഭയങ്കര സംഭവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യമാരോടുള്ള പെരുമാറ്റം.